നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. എല്ലാ പ്രിയപ്പെട്ട പ്രണയിതാക്കളുടെയും ഇഷ്ടപ്പെട്ട ദിവസം. അപ്പോൾ ഞങ്ങളും ഒരു 14 വർഷം മുമ്പ് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ പറയാൻ വന്ന മറ്റു കാര്യമൊന്നുമില്ല. പ്രണയം നമ്മളൊരു ചെറുപ്പകാലത്തൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പ്രണയം കല്യാണത്തിലേക്ക് എത്തി, പിന്നെ കല്യാണം ജീവിതത്തിലേക്ക് മാറി വരുമ്പം പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കും. ഈ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, രണ്ട് വ്യത്യസ്ത സ്വഭാവ രൂപീകരണമുള്ള ആളുകൾ, രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ പല കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സ് മടുത്ത് ഡിവോഴ്സ് ആകുന്ന ഒരുപാട് ബന്ധങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയാറുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ എൻ്റെ സമയത്ത് വിവാഹം കഴിഞ്ഞ ആളുകൾ, അതിന് ശേഷം കഴിഞ്ഞ ആളുകൾ വരെ ഒരുപാട് ആളുകൾ ഡിവോഴ്സായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 14 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഈ 14 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, ഇനി മുന്നോട്ട് ഉണ്ടാകുകയും ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആരെ കുറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ട് അതൊക്കെ അടുത്ത പ്രശ്നം, അതുകൊണ്ട് ആളെടുക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ പ്രണയം, കല്യാണം, ജീവിതം, അതൊക്കെ വേറെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള സാധനമാണ്. പിന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി തരണം ചെയ്യുമ്പോഴാണ് എന്താണ് ജീവിതം ഒരു മനോഹരമായി. കാരണം പ്രശ്നങ്ങളില്ലാതെങ്കിൽ എല്ലാം തികഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യന് ഈ ലോകത്ത് ജനിച്ചിട്ടില്ല, എന്നിട്ട് ജനിക്കുകയുമില്ല. അക്കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ 14 കൊല്ലത്തിനിടയ്ക്ക് ഒരു വർഷത്തിനടുത്തൊരു ശരിക്കും ഡിവോഴ്സായി പിരിയേണ്ട ആളുകളായിരുന്നു. അത്രയും വക്കീലിൻ്റെ അടുത്ത് പൈസ കൊടുത്ത് വക്കീൽ നോട്ടീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ച് എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ, ഒരു വീട്ടിലെ താമസം. വക്കീൽ നോട്ടീസ് മുറക്കി വന്നു പോകുമ്പോഴും ഒരുമിച്ചാണ് താമസം. അന്ന് പരസ്പരം മിണ്ടലൊന്നും ഇല്ലെങ്കിലും ഒരുമിച്ചായിരുന്നു ജീവിതം. രണ്ട് മക്കളുണ്ട്. അപ്പോൾ ആ കുട്ടികളോടൊപ്പമുള്ള ജീവിതം നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലേ, ജീവിതത്തിൽ നമുക്കൊരു സ്വർഗം കിട്ടാനില്ല. എന്താ, രണ്ട് മക്കളൊക്കെ ആ മക്കളുടെ കുസൃതിത്തരങ്ങൾ, അങ്ങനെ അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഒരു ജീവിതം, അതാണ് ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗം. അപ്പോൾ അങ്ങനെ രണ്ട് നല്ല അടിപൊളി മക്കളെ ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മക്കളെ ചിരികളികൾ, അവരുടെ കുസൃതികളൊക്കെ കാണുമ്പോൾ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റും. എന്തിനായി നമ്മളെല്ലാവരും കൂടിച്ചേരുമ്പോഴാണ് ജീവിതം ഏറ്റവും ഇമ്പമുള്ളതാകുന്നത്. പരമാവധി എല്ലാവരും ജീവിതത്തിലെ പ്രശ്നങ്ങളെ വളരെ ലഘുവായിട്ട് കണ്ട് തരണം ചെയ്യാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. മക്കളും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആ ജീവിതം ഒരു പൂർണ്ണമാകുന്നത്. ഒരിക്കൽ മാത്രമുള്ള ജീവിതമാണ്. അതൊരു പൂർണ്ണതയിലെത്തിക്കണമെങ്കിൽ ഒരുമിച്ചുള്ളൊരു ജീവിതം വേണം. എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാം, പക്ഷേ അതിനൊരിക്കലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും ഈ കാലയളവിനുള്ളിൽ ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി, അല്ലെങ്കിൽ ആ ജീവിതം എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ സംസാരിക്കും പോലെ സംസാരിക്കാൻ നോക്കാവുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ കേട്ടോ എല്ലാവർക്കും.